ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടേക്കാണ് മാറ്റിയൊരുങ്ങി പോകണമെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു നിക്കാഹ് കഴിച്ചാലോന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവായിട്ട്, സോ നമുക്ക് ഒന്ന് ആക്റ്റീവാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കല്യാണ തലേന്നുള്ള ഡ്രസ്സും കാര്യങ്ങളും അതേപോലെ വെഡ്ഡിങ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. നപ്പാ പർച്ചേസിങ്ങിൻ്റെ മുന്നേറ്റ് നമുക്ക് വയറിലേക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ഫുഡ് അടിക്കാനാണ്. ഇനിയിപ്പോൾ പർച്ചേസിങ് തുടങ്ങിയാൽ ഒന്ന് സെറ്റാവില്ല വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ മീൽസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ബിരിയാണിയും അതും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ലേഡീസ് പ്ലാനറ്റിക്ക്. അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളും ഇട്ട് നോക്കുന്നു, സെലക്ട് ആക്കുന്നു. മെഹന്തി ഒരു രസം. അശ്വിൻ്റെ ഔട്ട്ഫിറ്റിനാണ് ഇപ്പം തന്നെ തിരക്കാണ് കാശ്. നമ്മളിവിടെ അനുവിൻ്റെ റെൻ്റൽസ് ഇരിക്കാൻ വന്നിട്ടുള്ളതാണ്. അവർ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ടോ ചോദിച്ചു. അതിൻ്റെ പൊലിവാണ് നിങ്ങൾ കാണുന്നത്. അവർ നമ്മളെ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പൊലിവായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കായിരുന്നു. ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് ലുക്ക് ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഹൽദിൻ്റെ ഔട്ട്ലുക്കാണ്. നമ്മളെ നടക്കും, മന്ദമന്ദമായി നടക്കും. ബേക്കിൽ തുറന്നാൽ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഔട്ട്ഫിറ്റ് തപ്പാൻ പോവാം. നമ്മളെ ഒരു ഇവൻറ്റിൻ്റെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ഇവൻറ്റിൻ്റെ ഇവിടെ ഇല്ല. സോ നമുക്ക് വേറെ ഷോപ്പിൽ പോയേക്കാം. ഓക്കെ, അളവ് എന്തോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വൈകുന്നേരം വന്ന് കൊടുക്കണം. പണിയൊന്നും നടക്കൂലേ. മഞ്ഞളുടെ അടുപ്പത്ത് തേങ്ങ ആക്കാണ്ട് മെഹന്തിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുക. ഞാനും അശ്വി കൂടി ഇന്ന് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളതാണ്. ഞാനും അശ്വി കൂടി ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ആണ് നമ്മളെ അൽനല്ലൂരിലെ പള്ളിയങ്ങാട്ടി നെല്ലി എല്ലാം വെട്ടിപ്പൊളിച്ച് കാണിച്ചിരുന്നല്ലോ ഗൈസ്. ഇതാണ് ആക്ഷൻ കണ്ടോ, ആറ്റിറ്റ്യൂഡ്. അതെ, ഇതാണിപ്പോൾ ഞാനായത് അന്യൻ. ഞങ്ങളാണ് ഇവിടെ ജഡ്ജ് ചെയ്യാനുള്ളത് ഗൈസ്. അശ്വിയാക്ക് അടുത്ത അശ്വിയാൻ ഔട്ട്ഫിറ്റിന് ഇപ്പൊ തന്നെ അശ്വിയ ട്രയൽ ചെയ്യാണ്. ഇതാണ് അൻസാന്റെ. ഇതാണപ്പോൾ നമ്മൾ ഗുജറാത്തി താത്തല്ല കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി ഇത് രസമുണ്ടോ? ചോദിക്കും. ഇവിടെ ഒരു ഫോൺ വിളിക്കണം. അശ്വർ പ്രത്യേകം അങ്ങനെ പർച്ചേസിങ് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് അടി നല്ല നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച്
ഓരോ ചായയും ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നാഫിലെ വീഡിയോ എടുക്കുക, ജ്യൂസ് വന്നിട്ടും ഞാൻ ഇങ്ങനെ അധിക്ഷമായി നോക്കുന്നത് അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ നിൽക്കുകയാണ്. ഷെയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മൾ ബ്ലൂബെറി അതേപോലെ ആപ്പിൾ അങ്ങനെ എന്തൊക്കെയോ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ജ്യൂസ് പരിപാടിയൊക്കെ ഇങ്ങനെ അടുത്ത് പോയത് സുറൂച്ചിക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അശ്വിയൊക്കെ ആ ഗൗൺ എല്ലാം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഉള്ള കല്യാണത്തിന് നമുക്ക് അത് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇങ്ങനെ ഉണ്ടാവും. ചെസ്റ്റ് നമ്പർ 2 അത് നാഫിലാണ്. അടുത്ത ഗൗൺ ഓൾക്ക് പറ്റിയിരിക്കണു. ഓള് ഇതെങ്ങനെയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓളും അത് വെച്ച് നോക്കണോ, ഇത് ഇട്ടാലോ കല്യാണത്തിനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് നോക്കി നോക്കാം ഓൾ എന്താ ഇടണേന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻ്റെ കാര്യത്തിന് വരാം. നമ്മൾ ആദ്യം അതിനല്ലേ വന്നത്, നമുക്ക് അത് നോക്കി നോക്കാം. ഓക്കെ, നല്ല ലൂസ് ഓൾട്രേഷൻ ഒക്കെ ചെയ്തേ. എന്നാ വേണ്ട മനുഷ്യൻ ഫെബ്രുവരി എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഇവിടെ പുട്ട് പോലെയുള്ള ലെഹങ്ക ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്, പിന്നെ നൂൽപുട്ടായിട്ടതാ നൂല് പോലെയുള്ള ഫ്രോക്ക് ഉണ്ട്. അത് ആര് കൈ കൊണ്ട് മേടിയതാണ്, എൻ്റെ കൈ കൊണ്ടല്ല. ദെൻ നമുക്ക് പിന്നെയുള്ള ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ ഇടിയപ്പം പോലെയുണ്ട്. ഇടിയപ്പം നൂൽപുട്ട് വരക്കുന്ന നൂല് പോലെ. പിന്നെ നമുക്ക് പൂരി പോലെ ഉള്ളതുണ്ടോ, പൂരിയുടെ ഒരു സ്ട്രക്ചറാണ് സോ ഗൈസ്, ഇതാണ് നമ്മൾ മുണ്ടിടാത്തനു. അതിൻ്റെ ഇടയ്ക്ക് മുണ്ടിട്ട് കൊടുക്കുന്ന അമ്മായി. Wow, you look like gorgeous. ബ്രൈഡ്മെയ്ഡ്സിന്റെ ഡ്രസ് ഉണ്ടോ ഇവിടെ? അതൊക്കെ ബ്രൈഡ്മെയ്ഡ്സ് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണോ ബ്രൈഡ്മെയ്ഡ്സ്? ഇതൊക്കെയാണ് ബ്രൈഡ്മെയ്ഡ്സിന്. എനിക്ക് അന്ന് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്, ഞാൻ പോകും പഠിക്കുന്നിടത്തേക്ക്. നമ്മള് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രൈഡ്മെയ്ഡിനൊന്നും വേണ്ട. ബ്രൈഡ്മെയ്ഡിന് ഇവിടെ ഞാൻ ബ്രൈഡ്മെയ്ഡിന് നല്ല ഡ്രസ്സ് ആക്കി കൊടുത്തു. ഇതിങ്ങനെ ടൈറ്റ് ഒക്കെ ആക്കിയിട്ട് ഇട്ടിട്ട് നല്ല രസം ആക്കിയിട്ട് സ്ലീവ്ലെസ്. ഇതിന് സ്ലീവ് ഓക്കെയാണ്. മമ്മി പറയും ഇറങ്ങി ഇതിട്ടോ നല്ല ടൈറ്റ് ആക്കി നല്ല രസം ഉണ്ടാവും കാണാന്. എന്റെ മനസ്സിൽ എനിക്കൊരു ഡ്രസ് ഉണ്ട്. ഇവിടെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പിന്നെ അത് ഇടൂല, ഞാൻ തള്ളപ്പൊട്ടല നടക്കുന്നത്. മാപ്പിളോടെയാണ് ഡ്രസ്സും കുപ്പായോട് ഇടാൻ പറയാം. രണ്ട് സുന്ദരികളും തിരിഞ്ഞു നോക്കിയേ. ഇതാണ് നമ്മുടെ സാധനം. നമ്മളെ ഷോപ്പിംഗ് വ്ളോഗ് ഇതാണുള്ളത്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, ഇതാണ് നമ്മൾ പകുതി വ്ളോഗേ ആയിട്ടുള്ളൂ. ഇനി ഫർദർ ഡേയ്സിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള വ്ളോഗ്സ് ഒക്കെ നമ്മൾ ഇടുന്നതാണ്. ഷോപ്പിംഗ് തുടരും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ. ബൈ.